ഒറ്റവാചകം മതി, വലിയ അവസരമായി പോയി എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞത് എൻ്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അത് ഞാൻ ഉന്നയിക്കും, അത് ഞാൻ അതിൻ്റെ പ്ലാറ്റ്ഫോംസിൽ ഞാൻ ഉന്നയിക്കും എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നൊരു കാര്യം എന്ന് നമ്മൾ ആലോചിക്കണം. അദ്ദേഹത്തിന് കിട്ടിയ ആ സ്ഥാനത്തിൽ ഒട്ടും തന്നെ തൃപ്തിയില്ല എന്ന് തെളിയിക്കുന്ന വാചകങ്ങളാണ്. അതിനുശേഷമാണ് സംസാരം നീണ്ടുപോകുമ്പോഴാണ് നൗഫൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ സഹമന്ത്രി സ്ഥാനം കിട്ടിയതുകൊണ്ട് മാത്രം താങ്കൾ ഉദ്ദേശിച്ച പോലെ അല്ല താങ്കൾ ആഗ്രഹിച്ചതുപോലെ 8 വകുപ്പുകളിലൊക്കെ കൈകടത്താൻ കഴിയുന്നൊരു സ്ഥിതി ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പയ്യെ അതിലെ അപകടം തിരിച്ചറിഞ്ഞിട്ടോ എന്താണ് എന്നറിയില്ല, അദ്ദേഹം ആ മൈക്കിലേക്ക്, നമ്മുടെ മൈക്കിലേക്ക് നോക്കുകയും മീഡിയ വൺ ആണല്ലേ, നിങ്ങൾ ഭരണഘടന എത്ര മതിപ്പുണ്ട് എന്ന് തെളിയിച്ചവരാണ്, എന്നെ കൊണ്ട് അധികം പറയിക്കണ്ട എന്നുള്ള നിലയിൽ അദ്ദേഹം ആ നിലപാടിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇത് നമ്മൾ ആ വിഷയം ഉന്നയിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ സുരേഷ് ഗോപിക്ക്. സുരേഷ് ഗോപി പറയട്ടെ, എന്ത് വിഷയത്തിലാണ് മീഡിയ വൺ ഭരണഘടനയോട് മതിപ്പില്ല അല്ലെങ്കിൽ മതിപ്പേട് കാണിച്ചതെന്ന് അദ്ദേഹം പറയട്ടെ. കാരണം ഒരു ആ നിർണായക സന്ദർഭത്തിൽ ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചതിൻ്റെ ഒരു ചുരുക്കമാണ് അദ്ദേഹം കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതേപോലെയാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ സാധാരണത്തിൽ അദ്ദേഹമായിട്ട് രസിച്ച് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അലിഞ്ഞ് മാധ്യമപ്രവർത്തകരൊക്കെ നിന്നു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല, അദ്ദേഹം അതിൽ തുഴഞ്ഞു കയറിക്കോളും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യം എന്നിട്ട് പിന്നീട് നൗഫൽ അത് വിശദീകരിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, വിശദീകരിച്ച് പറയുന്നുണ്ട് വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ് എന്ന് നൗഫൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി ദേഷ്യം വരികയാണ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും പറയുകയാണ്, എന്താണ് നിങ്ങൾ ചോദിച്ചത്, പോലും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്. പോലും എന്ന ഒരു വാക്ക് നൗഫലിൻ്റെ ചോദ്യത്തിലില്ല. സഹമന്ത്രി സ്ഥാനം മാത്രം കിട്ടിയാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ ചോദ്യം. അത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ ഭരണഘടനയെ മതിക്കുന്നില്ല അല്ലെങ്കിൽ ഭരണഘടനയോട് മതിപ്പില്ല മീഡിയ വണ്ണിന് എന്നുള്ള പെട്ടെന്ന് ഒരു ബോധോദയം അങ്ങനെയാണ് വന്നത്. അദ്ദേഹം അത് പറയണം. ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭരണഘടനയോട് പൂർണ്ണമായ മതിപ്പ് മാത്രമല്ല, അത് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്ന തീരുമാനമെടുത്തിട്ടുള്ള, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് കോടതി വെറ്റിയതാണ്. അതാണ് ഞാൻ പറയുന്നത്. കോടതി തന്നെ അതിന് അംഗീകാരം നൽകിയിട്ടുള്ളതാണ്. മീഡിയ വൺ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് തെളിയിക്കപ്പെടുമായിരുന്ന അല്ലെങ്കിൽ അതിന് ശിക്ഷ കിട്ടുമായിരുന്ന ഒരു സന്ദർഭമായിരുന്നല്ലോ മീഡിയ വണ്ണിലെ ലൈസൻസ് റദ്ദ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ നടന്ന നിയമ പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ ഒടുവിൽ എന്താണ് സംഭവിച്ചത്? കൃത്യമായി മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തുകയും അതിൽ യാതൊന്നും തന്നെ അത്തരത്തിലുള്ള ഒരു ശിക്ഷയ്ക്ക് അർഹമായ ഒന്നും തന്നെയില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നത് ബൈ എനി സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ കനോട്ട് ബി ബ്രോട്ട് ടു അണ്ടർ 19(2) എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി മാത്രമേ മീഡിയ വൺ പ്രവർത്തിച്ചിട്ടുള്ളൂ. സർക്കാരിനെ വിമർശിക്കുക എന്നത് ഒരു കാരണവശാലും ഈ ഭരണഘടനയിൽ എന്താ പറയുക, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 19(2)ൽ പെടുന്നില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്ത് വിധിന്യായം കൈവശമുള്ള ആളുകളാണ് നമ്മൾ. ഞാൻ ശ്രീ സുരേഷ് ഗോപിയോട് അഭ്യർത്ഥിക്കുന്നത് സമയമുണ്ടാക്കി അദ്ദേഹം ആ വിധിന്യായം വായിക്കണമെന്നാണ്. അദ്ദേഹം ആ വിധിന്യായം ഇരുന്ന് വായിക്കണം. ഇപ്പോൾ ഒരു എംപിയും മന്ത്രിയൊക്കെ ആവുകയല്ലേ, രാജ്യത്തെ ഭരണഘടനാ കോടതികൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നത് കേൾക്കാനൊരു ചെവി ഉണ്ടാകണം. അല്ലാതെ ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ മാധ്യമ സ്ഥാപനങ്ങളെ ആക്ഷേപിക്കുന്ന നടപടി ഒട്ടും ശരിയല്ല. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം നേടിയതിൽ നമുക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹം കേരളത്തെ നയിക്കാനും അല്ലെങ്കിൽ കേരളത്തിനെ സേവിക്കാനും ഒരു മന്ത്രിസ്ഥാനത്ത് എത്തുന്നു എന്നത് ആഹ്ലാദകരമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായൊരു പ്രസ്താവന ഒരു കാരണവശാലും ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന് നേരെ ചൂണ്ടി പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ അതൃപ്തി ആരോടാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം, അദ്ദേഹത്തിന് ഈ സ്ഥാനം കൊടുത്തവരോടാണ്. അത് അദ്ദേഹം തീർക്കേണ്ടത് അവിടെ തന്നെയാണ്.